Today we are discussing the topic postulates of quantum mechanics. Postulates of quantum mechanics. ഒരു ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാം എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ, അതിൻ്റെ ഓർബിറ്റ് കൺസെപ്റ്റ് ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നാൽ പിന്നെ ചെയ്യാൻ പോകുന്നത് സിസ്റ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്. ആറ്റോമിക് ഓർബിറ്റൽസിൻ്റെ തിയറിറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്, മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ തിയറിറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ടു ബിക്കം ഈസിയർ, ഈ ട്രീറ്റ്മെൻറ്റ് ഈസിയർ ആവാൻ വേണ്ടി certain rules are to be followed, അല്ലെങ്കിൽ certain postulates are there in quantum mechanics. So there are 6 postulates in this quantum mechanics. The first one is, first postulate, postulates of quantum mechanics. Any dynamical physical state of a system is described as completely as possible by a wave function psi, which is a function of all the spatial coordinate, that is psi x, y, z, t, where t is the time. psi എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. psi റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? സോ psi എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ വേവ് നേച്ചറുള്ള ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യുക. psi എന്ന് പറയുന്നത്, സപ്പോസ് ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺ ചുറ്റിലും ഇങ്ങനെ ഓർബിറ്റലിൻ്റെ പുറത്തേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് എന്താണ്? വേവ് നേച്ചറിലാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് അല്ലേ? വേവ് നേച്ചർ ഉണ്ട് ഇലക്ട്രോണിന്. പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല, വേവ് നേച്ചർ ഉണ്ട്. സോ വേവ് നേച്ചറുള്ള ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ മൈക്രോ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു psi എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ആൻഡ് is a function of x, y, z ആൻഡ് t. ടൈമിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണിത്. Okay, that is the first postulate. Now next, second postulate. So psi എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു ഫംഗ്ഷൻ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്, psi star psi എന്ന് പറയുന്നത്, ഡീറ്റോ. psi star psi ഡീറ്റോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോബബിലിറ്റി. അതൊരു പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ പാർട്ടിക്കിൾ. ആ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയാണ് psi star psi ഡീറ്റോ എന്ന് പറയുന്നത്. സോ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ക്വാണ്ടം മെക്കാനിക്സിലുള്ള. psi star psi ഡീറ്റോ, ദാറ്റ് ഈസ് proportional to the probability that the particle will be found in the volume element, that is dx, dy, dz. ഒരു വോളിയം എലമെൻ്റ് ആണ്. അതായത് അത്രയും സ്പേസിൽ, ഒരു പെർട്ടിക്കുലർ സ്പേസിൽ ഒരു ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത, പ്രോബബിലിറ്റിയാണ് പറയുന്നത്. അതായത് ഇലക്ട്രോൺ ഈ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന്, ഒരു പെർട്ടിക്കുലർ സ്ഥലം എടുത്തിട്ട് ഇവിടെ ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് എന്താണ് പറയുന്നത്? ഇത്രയും ഒരു സ്പേസ് കൺസിഡർ ചെയ്തിട്ട് ഇവിടെ കാണാനുള്ള സാധ്യത പറ്റിയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. ആ സാധ്യതയാണ് ഈ psi star psi ഡീറ്റോ എന്ന് പറയുന്നത്. സോ ഇതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നൗ നെക്സ്റ്റ്, സെക്കൻഡ് പോസ്റ്റുലേറ്റ്. സെക്കൻഡ് സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ടു എവറി ഒബ്സർവബിൾ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് there corresponds a linear Hermitian operator in quantum mechanics. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഉള്ള ഒബ്സർവബിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പി എക്സ് എന്താ? മൊമെൻറ്റം. കെ ഇ കൈനറ്റിക് എനർജി. ഇ റെപ്രസെൻറ്റ് ടോട്ടൽ എനർജി. പി ഇ റെപ്രസെൻറ്റ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള ഓരോ ക്യാരക്ടറാണിത്.
സ്റ്റഡി ചെയ്യുന്ന ക്ലാസിക്കൽ മെക്കാനിക്സിൽ സ്റ്റഡി ചെയ്ത് കണ്ടുപിടിച്ച ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും ക്വാണ്ടം മെക്കാനിക്സിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ദേ ആർ റെപ്രസെൻറ്റഡ് ആസ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ദേ ആർ റെപ്രസെൻറ്റഡ് ആസ് ഓപ്പറേറ്റേഴ്സ്. ഈ ഓപ്പറേറ്റേഴ്സ് ആണ് ഇത്. അപ്പോൾ ഇത് എന്തായാലും ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ഒബ്സർവബിൾസിനും ഓരോ ഓപ്പറേറ്റേഴ്സ് ആയിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സിന് എക്സ് ക്യാപ്പാണ്. മൊമെൻറ്റത്തിന് എന്താണ് -i(h(d)by(dx) ആണ്. കൈനറ്റിക് എനർജി -h(2m) del സ്ക്വയർ. ഈ ഡെൽ സ്ക്വയർ എന്താണെന്ന് അറിയുണ്ടാവും, മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഡെൽ സ്ക്വയർ കൈനറ്റിക് എനർജി അതാണ് -h(2m) del സ്ക്വയർ. പിന്നെ എച്ച് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ, ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ്. നൗ ലാസ്റ്റ് വൺ, പൊട്ടൻഷ്യൽ എനർജി V. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? എല്ലാത്തിനെയും ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഓരോ ഒബ്സർവബിൾസിനെയും നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സ് ആയിട്ടാണ്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. In classical mechanics, we come across several such dynamic variables like position, momentum, angular momentum, energy, etc. These variables of classical mechanics are represented by operators in quantum mechanics. Quantum mechanics il adu operators aayitana represent cheyyunnathu. Corresponding to physical observable quantities must be Hermitian. That is, എല്ലാവരും ഹെർമീഷ്യൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഹെർമീഷ്യൻ കണ്ടീഷൻ നമ്മൾ മുന്നേ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എന്താണ് ഹെർമീഷ്യൻ കണ്ടീഷൻ? അപ്പോൾ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. എല്ലാ ഒബ്സർവബിൾസിനും ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബട്ട് ദേ മസ്റ്റ് സാറ്റിസ്ഫൈ ഓർ ഒബേ ദ റിലേഷൻഷിപ്പ് ദറ്റ് ഈസ് ഹെർമീഷ്യൻ കണ്ടീഷൻ. ഹെർമീഷ്യൻ കണ്ടീഷൻ മുന്നേ പറഞ്ഞതാണ്. സോ നെക്സ്റ്റ് തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഏകദേശം നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഇവിടെ പോസ്റ്റുലേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഫോർ ദ വേവ് ഫംഗ്ഷൻ psi ടു ബി ആക്സെപ്റ്റബിൾ ആസ് എ ഫംഗ്ഷൻ റെപ്രസെൻറ്റിംഗ് ദി പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. ഒരു പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം പറയാനുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ അതൊരു വേവ് ഫംഗ്ഷൻ ആണ്, ആക്സെപ്റ്റബിൾ ആണെന്ന് പറയണം. അപ്പോൾ ആക്സെപ്റ്റബിൾ ആണെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻ? കണ്ടിന്യൂസ് ആവണം, ഫൈനൈറ്റ് ആവണം, സിംഗിൾ വാല്യൂഡ് ആവണം, ക്വാഡ്രാറ്റിക്കലി ഇൻറ്റഗ്രബിൾ ആണ്. സോ ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് മസ്റ്റ് ഒബേ ദീസ് കണ്ടീഷൻസ്. അപ്പോൾ അതിനെയാണ് വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഈ കാര്യമാണ് തേർഡ് പോസ്റ്റുലേറ്റിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി, നോർമലൈസ്ഡ് കണ്ടീഷനും. അപ്പോൾ നോർമലൈസ്ഡ് കണ്ടീഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് തേർഡ് പോസ്റ്റുലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫോർ എവറി സിസ്റ്റം ദ പോസിബിൾ വേവ് ഫംഗ്ഷൻ psi x y z t ആർ ഒബ്റ്റെയിൻഡ് ബൈ സോൾവിങ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിൻജർ ഇക്വേഷൻ. ഇതിലും ടൈം ഡിപ്പെൻഡ് ചെയ്ത ഷ്രോഡിൻജർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് എല്ലാത്തിൻ്റെ കേസിലും. അതായത് ഇപ്പം ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയും ഇതായിരിക്കും. സപ്പോസ് ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിൻ്റെ എനർജിയൊക്കെ കണ്ടുപിടിക്കാൻ പോവുകയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ സിസ്റ്റമാണ് അല്ലേ? 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസും ഹീലിയത്തിൻ്റെത് ഹീലിയം പ്ലസ് ലിഥിയം അതിൻ്റെ കേസിലും വരും. അപ്പോൾ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ കേസിൽ ഒരു ഇലക്ട്രോണിൻ്റെ സിസ്റ്റത്തിൻ്റെ കേസിൽ എനർജി റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കുക, മൊമെൻറ്റം കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് എടുക്കുന്ന ഇക്വേഷൻ എന്താണ്? ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ ആയിരിക്കും എടുക്കുക. എന്നിട്ട് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നോക്കും. അതായത് ന്യൂക്ലിയസിൽ നിന്ന്, സപ്പോസ് ഇപ്പോൾ ന്യൂക്ലിയസ് ആണ്, ഇത് ഇലക്ട്രോണാണ്. അപ്പോൾ ഇതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ എന്ന് നോക്കും. അതേപോലെ ഇതിൻ്റെ കൈനറ്റിക് എനർജി ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ടോട്ടൽ എനർജി കിട്ടും. അതായത് ഇതിൻ്റെ ഹാമിൽട്ടോണിയൻ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ
അത് സൈ ആയിട്ട് എടുത്തിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഓരോന്നും കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അവസാനം എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ അകത്തു നിന്നാണ് ഒരു ഫംഗ്ഷൻ കിട്ടും, ഒരു വേവ് ഫംഗ്ഷൻ കിട്ടും, ആ ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഫംഗ്ഷൻ കിട്ടും, അതേപോലെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും, ആൻഡ് സോ ഓൺ. ഓക്കെ, ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ പൊതുവെ ചെയ്തു വരുന്ന പരിപാടി. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. സോ ഇവിടെ ഫോർത്ത് പോസ്റ്റുലേറ്റ് പറഞ്ഞത് എന്താണ്? ഫോർ എവറി സിസ്റ്റം ദ പോസിബിൾ വേവ് ഫംഗ്ഷൻസ് ഐ, എക്സ്, വൈ, സെഡ്, ടി ആർ ഒബ്റ്റെയിൻഡ് ബൈ സോൾവിങ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ടൈം ഡിപ്പെൻഡൻ്റ് ആയ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് സോൾവ് ചെയ്തിട്ടാണ് എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യും. ഇതാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ. അപ്പോൾ അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഫോർത്ത് പോസ്റ്റുലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തത്. സോ ഇതിൽ എച്ച് ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹാമിൽട്ടോണിയൻ ആണ്. ഹാമിൽട്ടോണിയൻ എന്താണെന്ന് അറിയാം. എന്താണ്? ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആണ് ഹാമിൽട്ടോണിയൻ. ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം. എനർജീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ. ഓക്കെ, ഇതാണ് ഫോർത്ത് പോസ്റ്റുലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് പോസ്റ്റുലേറ്റും നിങ്ങൾക്ക് അറിയുന്ന സെയിം കാര്യം തന്നെയാണ്. എന്താണത്? ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഗൺ വാല്യൂ ഇക്വേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഐഗൺ വാല്യൂ ഇക്വേഷൻ. അപ്പോൾ ഐഗൺ വാല്യൂ ഇക്വേഷനും അതേപോലെ ഹാമിൽട്ടോണിയൻ അറിയാം എനർജി ഓപ്പറേറ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും കൊടുക്കും. ഓക്കെ, അതാണ് ഫിഫ്ത്ത് പോസ്റ്റുലേറ്റിൽ ചെയ്യുന്നത്. ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓൺലി വാല്യൂസ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഫ്രം ദ മെഷർമെൻറ്റ് ഓഫ് എൻ ഒബ്സർവബിൾ എ വിൽ ബി ഐഗൺ വാല്യൂ, ദാറ്റ് ഈസ് എ ഐ എന്ന് പറയുന്നത് ഒരു ഐഗൺ വാല്യൂ ആണ്, സാറ്റിസ്ഫൈ ദി ഐഗൺ വാല്യൂ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്, കറസ്പോണ്ടിങ് ടു ദ ഫിസിക്കലി ഒബ്സർവബിൾ ക്വാണ്ടിറ്റി എ. ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്ററാണ് എ ക്യാപ്പ് എന്ന് കൺസിഡർ ചെയ്യുക. സോ ഈ ഐഗൺ വാല്യൂ ഇക്വേഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. ഐഗൺ വാല്യൂ സപ്പോസ് ഇപ്പോൾ സൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇത് ഈ ഒരു സൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2x എന്ന് വിചാരിക്കുക. ഫംഗ്ഷൻ സൈൻ 2x ആണ് എടുത്തത്, സൈ ഈക്വൽ ടു സൈൻ 2x. അപ്പോൾ ഈ സൈൻ 2x എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുകയാണ് വെദർ ഇറ്റ് ഈസ് എൻ ഐഗൺ വാല്യൂ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെ ഇതൊരു ഐഗൺ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് മാത്രം. അപ്പോൾ ഇത് ഐഗൺ വാല്യൂ ഐഗൺ ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, dx എടുക്കുക, 2 വരും പുറത്ത്, പിന്നെ cos 2x വരും. ഇനി വീണ്ടും ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുക, ഒന്നുകൂടെ ഇതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും എടുക്കുമ്പം എന്താ കിട്ടുക? ഡെറിവേറ്റീവ് ഓഫ് cos 2x വരും. 2 പുറത്തെടുക്കുക, ഡെറിവേറ്റീവ് ഓഫ് cos 2x വരും, ദാറ്റ് ഈസ് മൈനസ് സൈൻ 2x. ഡെറിവേറ്റീവ് ഓഫ് cos 2x എന്ന് പറയുമ്പം മൈനസ് 2 പുറത്ത് വരും, മൈനസ് സൈൻ 2x വരും. സോ -4 ഇൻറ്റു സൈൻ 2x എന്ന് വരും അവസാനം, -4 ഇൻറ്റു സൈൻ 2x എന്ന് വരും. സോ എന്തെന്നെ കിട്ടി? ആദ്യം എടുത്ത ഫംഗ്ഷൻ തന്നെ വീണ്ടും കിട്ടി, സൈൻ 2x ഇവിടെ കിട്ടി, സൈൻ 2x കിട്ടി. പക്ഷേ അതിൻ്റെ മുന്നിൽ എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതൊരു ഐഗൺ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ സൈൻ 2x എന്ന് എടുത്തത് എന്താണ്? ഒരു ഐഗൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം. സോ ഇവിടെ വേവ് ഫംഗ്ഷൻ നമ്മൾ എടുത്തത് സൈൻ 2x ആണ്. സൈൻ 2x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ഗ്രാഫ് വരുന്നത്. അപ്പം -4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഗൺ വാല്യൂ ആണ്. ഒരു കോൺസ്റ്റൻറ്റ് ഇൻ ടു ദാറ്റ് ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ ദാറ്റ്
function satisfy eigen value equation and that function is called eigen function. Okay, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഹാമിൽട്ടോണിയൻ എടുക്കുകയാണെങ്കിൽ ഹാമിൽട്ടോണിയൻ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. എച്ച് ക്യാപ് psi ഈക്വൽ ടു ഇ psi. ഈ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി കണ്ടുപിടിക്കുന്ന ഓപ്പറേറ്ററാണ്. സോ ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എനർജി കണ്ടുപിടിക്കുന്ന ഓപ്പറേറ്റർ വേണം. ദാറ്റ് ഈസ് എച്ച് ക്യാപ്പ് ഇവിടെ എഴുതും. ഓക്കെ, അങ്ങനെയാണ്. ഇതൊരു ശ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഷോർട്ട് ഫോം ആണ്. സോ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആണ് എച്ച് ക്യാപ്പ് എന്ന് പറയുന്നത്. സോ ദിസ് സാറ്റിസ്ഫൈ ദ ഐഗൺ വാല്യൂ ഇക്വേഷൻ. അതാണ് ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റ് പറഞ്ഞിട്ടുള്ളത്. Let us consider this aspect with regarding to the energy levels of atoms and molecules. These energies are given by the eigenvalues of the energy operator H cap, the Hamiltonian operator. Corresponding eigenvalue equation is the time independent Schrodinger equation. Time in a independent ആയിട്ടുള്ള Schrodinger equation ആണ് eigenvalue ന് correspondence ആയിട്ടുള്ള equation. Okay. So this is the fifth postulate. Now next last postulate ആണ്. ഇത് ഡിസ്കസ് ചെയ്യാത്തൊരു കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് ആവറേജ് വാല്യൂ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൻ്റെ കറക്റ്റ് കിട്ടാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആവറേജ് എടുക്കുക എന്ന് പറയുന്നത്. ഒരു ആവറേജ് കൺസെപ്റ്റ്, ഒരു ആവറേജ് കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിനെ പറയും എക്സ്പെക്റ്റഡ് കൺസെപ്റ്റ്, എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയും. അപ്പോൾ ആവറേജ് വാല്യൂ ഓർ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൽ എപ്പോഴും എക്സ്പെക്റ്റേഷൻസും ആവറേജ് കൺസെപ്റ്റും പ്രോബബിലിറ്റിയും ഒക്കെയാണ്. എക്സാക്റ്റ് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. സോ വേറൊരു കൺസെപ്റ്റാണിത്, ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിൽ. എ എന്ന് പറയുന്നത് ഒരു ഒബ്സർവബിൾ ആണ്, ഓപ്പറേറ്റർ ആണ്, കറസ്പോണ്ടിങ് ടു ആൻ ഓപ്പറേറ്റർ. സോ അതിനെ നമ്മൾ ഈ ഒരു ക്ലോസ് ചെയ്ത ബ്രാക്കറ്റിലോട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് ആവറേജ് വാല്യൂ റെപ്രസെൻറ്റേഷൻ ഓഫ് എനി ഒബ്സർവബിൾ വിച്ച് കറസ്പോണ്ട് ടു ആൻ ഓപ്പറേറ്റർ എ cap when a large number of measurements are involved in a given system by a cap equal to എന്താണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദറ്റ് ഈസ് ഓൾ സ്പേസ്, എൻ്റയർ സ്പേസിൽ psi star a cap psi d tau ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എന്താണ് ഓർ ഓൾ സ്പേസ് psi star psi d tau ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം എ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു നോർമലൈസ്ഡ് വേവ് ഫങ്ഷൻ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ നോർമലൈസ്ഡ് വേവ് ഫങ്ഷൻ, നോർമലൈസ്ഡ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ? ദാറ്റ് ഈസ് എ ആവറേജ് വാല്യൂ ഓഫ് എ ഈക്വൽ ടു psi star a cap psi d tau. ഒന്നുമില്ല, ഈ ഒരു ഓപ്പറേറ്ററിനെ നമ്മൾ നടുക്കിട്ട് കൊടുക്കും. psi star ഈ വേവ് ഫങ്ഷൻ്റെ ഇടയിൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതാണ് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ. ആവറേജ് കൺസെപ്റ്റ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ചിലതിൻ്റെ കണ്ടുപിടിക്കും. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫങ്ഷനോ അങ്ങനെ കാര്യങ്ങൾ കൊടുക്കുമ്പം അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പോസ്റ്റ്ലേറ്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. പറഞ്ഞു മോളിക്കുലർ ഓർബിറ്റൽ കൺസെപ്റ്റും അതേപോലെ ആറ്റോമിക് ഓർബിറ്റൽ കൺസെപ്റ്റൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ്ലേറ്റ്സ് ഡിസൈൻ ചെയ്തുണ്ടാക്കിയത്. ഓരോ പോസ്റ്റ്ലേറ്റ്സും, കാരണം ഈ ഓരോ പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്വാണ്ടം മെക്കാനിക്സിൽ എന്ത് ചെയ്യുമ്പോഴും, എന്ത് തിയറിറ്റിക്കൽ കൺസെപ്റ്റും എന്ത് തിയറിറ്റിക്കലായിട്ട് എന്ത് കണ്ടുപിടിക്കുമ്പോഴും ഇത് ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ, ഈ ഒരു പോസ്റ്റ്ലേറ്റ്സിൽ നിന്ന് വിട്ടിട്ട് വേറൊരു സംഭവം നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ പോസ്റ്റ്ലേറ്റ്സ് ഫോളോ അപ്പ് ചെയ്യണം. സോ ഈ ആറ്റോമിക് ഓർബിറ്റൽസും മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ തിയറിറ്റിക്കൽ ബേസ് കൊടുത്തിട്ടുണ്ട്. തിയറിറ്റിക്കൽ കൺസെപ്റ്റ് നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോഴൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഈ ആവറേജ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ 6th പോസ്റ്റ്ലേറ്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ഇത്രയാണ് 6 പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്.
ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഫൈൻ, താങ്ക് യു.